ഭരതനാട്യം 2 മോഹിനിയാട്ടം. വാട്ട് എ പടം. അത്യാവശ്യമായിട്ടൊരു ഓട്ടം ഉണ്ടായിരുന്നു. ആണോ? എന്തായാലും ഓട്. കൊലയാ. പക്ഷെ എൻ്റെ അമ്മയുടെ ഞാൻ ചിരിച്ച് മരിച്ചടയുന്ന തിയേറ്ററിൽ ഇരുന്ന്. പോലീസുകാർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് അച്ചപ്പവും മുറുക്കുമായിട്ട് അങ്ങോട്ട് പോയി കാര്യങ്ങൾ സംസാരിച്ചാലോ? നിങ്ങളൊരു പക്ക ഡാർക്ക് ഹ്യൂമർ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ദിസ് ഇസ് പ്യുവർലി ഡാർക്ക് ഹ്യൂമർ. വെട്ടുന്നത് കോഴി അല്ലെങ്കിലോ? കുറച്ച് വലുതാണെങ്കിലോ? എനിക്ക് ഞാൻ ചിരിച്ചൊരു വഴി. അതേപോലെ വിനയ് ഫോർട്ടിൻ്റെ ഒരു സാധനം ഉണ്ടോ, അയ്യോ അതൊക്കെ വേറെ ലെവല്. ഇത് ആരാണെന്ന് അറിയോ? വളരെ ഇല്ല സാറേ. ഇമാവരെ കണ്ടിട്ടുണ്ടോ? ഇമാവരെ കണ്ടാ പറയൂ. എന്താ പറയാ, ഒരു ഡാർക്ക് കോമഡി ദൃശ്യം എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു സാധനം. ബിരിയാണി കട്ട് വേണോ, കറി കട്ട് വേണോ? ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഡാർക്ക് ഹ്യൂമർ മലയാളത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അടുത്ത കാലത്ത് ഒരു ഒറ്റ പടത്തിന് വന്നിട്ടില്ല. ഇത്രയും പ്രതീക്ഷയില്ല. ക്ലൈമാക്സ് ഒക്കെ ഞാൻ ഞെട്ടിച്ചോളുന്നു എല്ലാവരും കൂടി. ഈ സിനിമയിൽ ഒരു ഡൗൺ മൂവ്മെന്റ് ഇല്ല. അതായത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സീൻ അങ്ങനത്തെ ഒരു സാധനമില്ല. ഈ ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞ ഇങ്ങനെ ഡയലോഗ്സുകളാണ്. താനൊരു ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിലാണ് ചക്ക കായ്ക്കുന്നതെന്ന്. ഔട്ട് ആൻഡ് ഔട്ട് കോമഡി. 15 കോടിയാണ് കഴിഞ്ഞ ദിവസം വരെ നേടിയെന്നാണെന്ന് പറയുന്നത് വേൾഡ് വൈഡ്. അങ്ങനെ ഒരു 50-100 കോടി നേടേണ്ട ഒരു സിനിമയാണ്. മിനിമം ഒരു 75 കോടിയെങ്കിലും നേടേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടമ്മമാര് ഒരേ ചായയുള്ള 2 മക്കളും. അതെ, അങ്ങനെയൊക്കെ പറ്റും. എന്താ പറ്റും? ഇതൊക്കെ വലിയ റിസ്കാ. ഏയ് അതൊക്കെ തുടക്കത്തിൽ തോന്നാ, പിന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. പുറത്തറിഞ്ഞാലുണ്ടല്ലോ കുടുംബത്തോടെ തോന്നും. എന്തെങ്കിലും ഹെൽപ്പ് വേണോ അങ്കിൾ? എന്തൊരു സിമ്പിളാണ് ഈ ഫാമിലി. ആഹാ, അർപ്പുതം.